السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة والتابعين لهم بإحسان إلى يوم الدين. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم يا رب سيدنا خير الورى سندا حسن المقاصدنا الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيرتنا أدركنا يا حبيب الله. പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാൻ ഷരീഫിനോടനുബന്ധിച്ച് പുത്തനത്താണി CM മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള റമദാൻ പ്രഭാഷണത്തിൻ്റെ വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെയും രണ്ടാമത്തെ ദിനമായ ഇന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യ വർഷത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. സർവശക്തനായ റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ-ഹൈദറൂസി തങ്ങൾ പാപ്പയുടെ മഹനീയ ഹദ്റത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തിരുനോട്ടം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം പേമാരിക്കണക്കെ ഭൂമിയിലേക്ക് സദാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. വിശുദ്ധ റമദാൻ ഷരീഫ് ചോദിച്ചു വാങ്ങിയ നാം ഇപ്പോൾ റമദാൻ ദിവസങ്ങളുടെ വേഗതയിൽ മിനിറ്റുകൾ മണിക്കൂറുകളായി നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ നന്മകളുടെ വസന്തകാലമായ വിശുദ്ധ റമദാൻ ഷരീഫ് എല്ലാ അർത്ഥത്തിലും അത് സമ്പൂർണമാണ്. വെറും ഒരു ആപ്തവാക്യമോ കേവലം ഒരു അവകാശവാദമോ അല്ല. അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലുമൊക്കെ റമദാനിന്റെ മഹത്വം മഹാത്മ്യം വിശദീകരിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ നാം വിലയിരുത്തുമ്പോൾ പഠിക്കുമ്പോൾ ഈ റമദാൻ ഷരീഫിൽ ഒരുപാട് നന്മകളുടെ കൂമ്പാരങ്ങൾ തന്നെ നമുക്ക് വാരിക്കൂട്ടാനുള്ള സുവർണ അവസരമാണ് വിശുദ്ധ റമദാൻ ഷരീഫ്. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, ഷഹ്റുൻ അദീം, വലിയ മാസമാണ്. ഷഹ്റുൻ മുബാറക്കുൻ, വലിയ ബറക്കത്തുള്ള മാസമാണ്, അനുഗ്രഹീത മാസമാണ്. ആ മാസത്തെ കുറിച്ച് വാചാലമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ ഒരു നന്മയിലൂടെ, ഒരു സുഹൃതം പ്രവർത്തിക്കുന്നതിലൂടെ, ഒരു സൽക്കർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ കാന കമൻ നദ്ദാ ഫരീദത്തൻ ഫീമാ സിവാ, റമദാൻ ഷരീഫിൽ നാം ചെയ്യുന്ന നിസ്സാരമായ ചെറിയ അമലുകൾക്ക് പോലും, ചെറിയ ഹസനത്ത് നന്മകൾക്ക് പോലും അള്ളാഹു വലിയ ഫർളിന്റെ കൂലിയാണ് അവർക്ക് സമ്മാനമായി നൽകുന്നത്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വമൻ അദ്ദാ ഫരീദതൻ ഫീഹി, ഈ പരിശുദ്ധ മാസത്തിൽ ആരെങ്കിലും ഒരു ഫർള് നിർവഹിച്ചാൽ കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ, റമദാൻ അല്ലാത്ത ഇതര മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ച കൂലിയാണ്, തത്തുല്യമായ സമാനമായ പ്രതിഫലമാണ് ഈ റമദാനു ഷരീഫിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ഓഫർ നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പൂർവികരായ പഴമക്കാര് പറയാറുണ്ട്, റമദാൻ മാസത്തെ കുറിച്ച് പറയാറുണ്ട്, റമദാൻ ഒന്നിന് 70,000 കിട്ടുന്ന മാസമാണ് റമദാനു ഷരീഫ് എന്ന് നമ്മുടെ പൂർവികരായ പഴമക്കാര് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ റമദാനിന്റെ മഹത്വങ്ങൾ, ഈ വിഷയം തന്നെ നമ്മൾ ഒരു പഠനത്തിന് വിലയിരുത്തുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, റമദാനു ഷരീഫിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയൊരു സൽക്കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫർളുകളാണ്. അതും ഫർളുകളുടെ ജമാഅത്തുകളാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ നടന്നു വരുന്ന ഫർളുകളുടെ ജമാഅത്ത്, ആ ഫർളുകളുടെ ജമാഅത്ത് ഒരു വക്ത് നിസ്കാരത്തിന്റെ, ഒരു ളുഹർ നിസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഇശാ നിസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഒരു മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിന് അല്ലാഹു തആല ഈ മാസത്തിൽ നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ഒന്ന് വിലയിരുത്തുമ്പോൾ അക്കാര്യം നമുക്ക് നമ്മുടെ പൂർവികരായ പഴമക്കാര് പറയുന്നത് നമുക്ക് വളരെ ബോധ്യപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, റമദാൻ അല്ലാത്ത ഇതര കാലഘട്ടങ്ങളിലും സർവ്വസാധാരണമായിട്ട് ഒരു ഫർളിന്റെ ജമാഅത്തിന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അവിടുന്ന് പറയുകയുണ്ടായി, സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ഫർള് ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അതേ ഒരു ഇമാമിന്റെ പിന്നിൽ മഅ്മൂമീങ്ങൾ അണിനിരന്നു കൊണ്ടുള്ള ജമാഅത്തായി കൊണ്ടുള്ള സംഘടിതമായിട്ടുള്ള ഫർളായ ജമാഅത്ത്, ആ ജമാഅത്ത് അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി, തനിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ബി 27 ദറജ, 27 ഇരട്ടി പ്രതിഫലമാണ് ഒരു ജമാഅത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇവിടെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റമദാനു ഷരീഫിൽ ആരെങ്കിലും ഒരു ഫർള് നിർവഹിച്ചാൽ കാന കമൻ അദ്ദാ 70 ഫരീള, 70 ഫർള് നിർവഹിച്ച കൂലിയാണ് എന്നും റമദാനിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി. അപ്പോൾ സഹോദരന്മാരെ, ഈ രണ്ട് ഹദീസുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ 27-ന്, അതായത് ഒരു ഫർളിന്റെ ജമാഅത്തിന് ലഭിക്കുന്ന 27-ന് നാം റമദാനു ഷരീഫിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫർളിന്റെ 70 ഇരട്ടിയെ നമ്മൾ ഗുണിക്കുമ്പോൾ, 27-ന് 70 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്തായിരിക്കും? അതേ ഏകദേശം 27-ന് 70 കൊണ്ട് ഗുണിച്ചാൽ 1890 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ് ഒരു ഫർളിന് അല്ലാഹു തആല നൽകുന്നത്. ഇനിയും വേറെ ഹദീസിൽ, അല്ലാഹുവിന്റെ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, കുല്ലു ഹസനത്തിൻ യഅമലുഹ ഇബ്നു ആദം, ആദം സന്തതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് സുഹൃത്തുക്കളുണ്ടോ ആ സുഹൃത്തുക്കൾക്കൊക്കെയും അതിന്റെ പ്രതിഫലത്തിന് അല്ലാഹു തആല ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു തആല ഈ മാസത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 1890-നെ ഇവിടെയുള്ള 700 ഇരട്ടിയിലേക്ക് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും? 770,000 ൊന്നും അത് അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൂർവികരായ നമ്മുടെ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് പറഞ്ഞ ആ 70,000 ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുമ്പോൾ, വിലയിരുത്തുമ്പോൾ അത് അധികം ഓവറായിട്ടില്ല എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്. പുണ്യങ്ങളുടെ വസന്തകാലമായ, അതേ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ അസുലഭ മുഹൂർത്തം എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങൾ, അതേ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫർളുകളുടെ ജമാഅത്ത്, അത് നിങ്ങൾ പരിഗണിക്കണമേ എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റഹ്മത്തിന്റെ 10-ൽ നമുക്ക് പറയാനുണ്ട്. അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10ആണ്. റഹ്മാനായ റബ്ബ് വലിയ കാരുണ്യവാനാണ്.
മഗ്ഫിറത്തിന്റെ 10ലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല റഹ്മത്തിന്റെ ഒരു 10 സംവിധാനിച്ചത്. അതിനെല്ലാം ഒരുപാട് തത്വങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവ്വലുഹു റഹ്മ, റമളാനിന്റെ ഒന്നാമത്തെ പ്രഥമഘട്ടം, ഒന്നാമത്തെ 10 ദിനങ്ങൾ, ദിനരാത്രങ്ങൾ അല്ലാഹു അവന്റെ കാരുണ്യം വർഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ സുദിനങ്ങളാണ് നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ അപകർഷതാബോധവും നമ്മുടെ മടിയും അലസതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർമ്മവീതിയിൽ സജീവമാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 അതുകൊണ്ടാണല്ലോ ഈ 10 ദിവസങ്ങളിലും അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, റഹ്മാനായ റബ്ബേ അല്ലാഹുമ്മർഹംനി, അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്കണം. യാ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയായ അർഹമുർ റഹീമീനായ റബ്ബേ എന്നർത്ഥം വരുന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തിന്റെ പ്രതീകമാകുന്ന, റഹ്മത്തിന്റെ കലവറയാകുന്ന, റഹ്മത്തിനെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ സിഫത്തുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്തുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ റബ്ബിനോട് താണുകേണ് അപേക്ഷിക്കുകയാണ്. ഈ പ്രാർത്ഥന ഈ 10 ദിവസങ്ങളിൽ സജീവമായി ഫർളിന്റെ ജമാഅത്തിന്റെ ശേഷം മാത്രമല്ല, നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല, എപ്പോഴും സദാസമയം നമ്മുടെ നാവിൻ തുമ്പുകളിലൂടെ ഈ പ്രാർത്ഥന തത്തിക്കളിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമ്മൾ എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും, എത്ര വലിയ ഇബാദത്ത് ചെയ്താലും, എത്ര വലിയ കാരുണ്യ പ്രവർത്തനം നടത്തിയാലും അവന്റെ റഹ്മത്ത് ഇല്ലാതെ അതിനൊന്നും വലിയുണ്ടാവുകയില്ല, അതിനൊന്നും അംഗീകാരം ഉണ്ടാവുകയില്ല, അതിനൊന്നും സ്വീകാര്യത ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്ന, അവൻ കാരുണ്യം ചെയ്യുന്ന മുത്തുമുഅ്മിനീങ്ങളിൽ, മർഹൂമിങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞില്ല റമളാനു ശരീഫിൽ നൗമുസ്സായിമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം അത് ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എത്രയാണ് അനുഗ്രഹങ്ങൾ, എത്രയാണ് ഖൈറാത്തുകൾ ഈ മാസത്തിൽ അല്ലാഹു തആല കോരിച്ചൊരിയുന്നത്. അതെല്ലാം സ്വീകരിക്കാൻ, അതെല്ലാം സ്വായത്തമാക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതേ നോമ്പുകാരന്റെ നോമ്പുകാരന് അല്ലാഹു തആല നൽകുന്ന വലിയ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല ഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരന്റെ വായിൽ നിന്ന് നിർഗളിക്കുന്ന എത്ര വലിയ ദുർഗന്ധം വമിക്കുന്ന, അതേ നോമ്പുകാരന്റെ വായിലൂടെ വമിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധ വാസന ആണെങ്കിൽ പോലും നോമ്പുകാരന്റെ വായിൽ നിന്നും വരുന്ന ആ വാസനയുണ്ടല്ലോ, അത് അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധം, കസ്തൂരിയുടെ പരിമളമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ ആനന്ദകരമായിട്ടുള്ള വാസന. പക്ഷേ ആ വാസനയെക്കാളും എത്രയോ പരിമളം ഉള്ളതാണ്, എത്രയോ സുഗന്ധപൂരിതമാണ് നോമ്പുകാരന്റെ വായിൽ നിന്നും മടിച്ചു വീശുന്ന വാസന. അള്ളാഹുവിന് അത്രയും വലിയ ഇഷ്ടമാണ്. അപ്പോൾ നോമ്പുകാരൻ പരിശുദ്ധ റമളാൻ ശരീഫിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒട്ടിയ വയറുമായി, ദാഹവും വിശപ്പും അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് പിശാചിനോടുള്ള സന്ധിയില്ല സമരം, പിശാചിനെ ഏറ്റവും സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥ, അതേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിരകളിൽ അതേ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വികാരങ്ങൾ കടിമപ്പെടുകയാണ്. ആ അവസ്ഥയിൽ അതേ പിശാചിനെ നമ്മൾ സ്വാധീനിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. പക്ഷേ അള്ളാഹുവിന്റെ സിഫത്താകുന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവന് തീറ്റയില്ല, കുടിയില്ല, ഉറക്കമില്ല, വിസർജനമില്ല, ഇങ്ങനെ മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വഭാവവും, ഒരു സൃഷ്ടി സ്വഭാവവും ഇല്ലാത്ത അള്ളാഹുവിന്റെ സിഫത്തുകളിലേക്ക്, തലങ്ങളിലേക്ക് ഒരു നോമ്പുകാരൻ ഉയരുകയാണ്. തീറ്റയില്ല, കുടിയില്ല, വികാരങ്ങളില്ല, ചിന്ത മുഴുവനും, ഖൽബ് മുഴുവനും അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും മാറ്റി പ്രതിഫലമാണ് അള്ളാഹു തആല നൽകുന്നത്. ആ റബ്ബിന്റെ സിഫത്തിലേക്ക്, റബ്ബിന്റെ വിശേഷണത്തിലേക്ക് നോമ്പുകാരനായ അടിമ അള്ളാഹുലേക്ക് ഇങ്ങനെ ഉയരുന്ന സമയത്ത്, അള്ളാഹുലേക്ക് അടുക്കുന്ന സമയത്ത് അള്ളാഹു തആല അവനിലേക്ക് കൂടുതൽ അടുക്കുന്ന സമയമാണ്. ഇതെല്ലാം നാം വളരെ കരുതലോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ. ഒരു ക്ലാസ്സിലാണ് ഞാൻ വിളിക്കാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ
വിശുദ്ധ റമദാനു ഷരീഫ് സഹോദരന്മാരെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലാണ്, വളരെ അതിശീഘ്രമാണ് റമദാനു ഷരീഫിന്റെ ഓരോ രാപ്പകലുകൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ റമദാൻ അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുള്ളവർക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുക്കാനും, അതുപോലെ തന്നെ റമദാനു ഷരീഫ് എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെയാണ് റമദാൻ. അത് പകൽ നോമ്പാണ്, രാത്രിയിൽ ഖിയാമാണ്, സുദീർഘമായ തറാവീഹ് നിസ്കാരം. ഇത് രണ്ടും നിർവഹിക്കുന്നവരെ അവർ പരിപൂർണരായി നോമ്പെടുത്തവരുടെ ഗണത്തിൽ അവർ ഉൾപ്പെടുകയുള്ളൂ എന്ന് സാന്ദർഭികമായും കേവലം ഒരു സുന്നത്ത് മാത്രമല്ല തറാവീഹ് എന്ന് പറയുന്നത്. ഈ അള്ളാഹുവിന്റെ റസൂല് 3 ദിവസം തറാവീഹിൽ പങ്കെടുത്തു. 4ാമത്തെ ദിവസം തറാവീഹിൽ പങ്കെടുക്കാത്തതിന്റെ കാരണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം തറാവീഹ് നിസ്കാരം ഇങ്ങനെ റമദാനിൽ ഒരു സ്പെഷ്യൽ ഇബാദത്ത് നിസ്കരിക്കുന്നതായി സഹാബത്ത് ഇങ്ങനെ അറിയുന്ന ആളുകൾക്കും തടിച്ചുകൂടാൻ തുടങ്ങി. അങ്ങനെ 4ാമത്തെ ദിവസമായപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ജമാഅത്തിന് നേതൃത്വം നൽകാൻ വരാത്തത് കണ്ടപ്പോൾ സഹാബത്തിന് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നബിയെ തറാവീഹിന്റെ ഇമാമത്തിന് വേണ്ടി വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സമുദായമാകുന്ന എന്നോടും നിങ്ങളോടും വലിയ കരുണയുള്ളവരാണ്, റഹ്മത്തുള്ളവരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഖശീതു അൻ തുഫറദ അലാ ഉമ്മത്തി, തറാവീഹ് നിസ്കാരത്തിൽ ഇപ്പോൾ കാണുന്ന ആവേശം പിന്നീട് ഉണ്ടാവുകയില്ല. ഈ 20 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്റെ സമുദായത്തിന്റെ മേൽ ഫർളാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ്, എന്ന ആശങ്ക കൊണ്ടാണ് ഞാൻ തറാവീഹ് നിസ്കാരത്തിന് വരാത്തത്. റഹ്മത്തുൽ ലനാ ഹുവ റഹ്മത്തുൽ ലനാ റഹീമുൽ ലനാ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടുത്തെ വിശേഷണങ്ങളിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങളെ കുറിച്ച് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് റഊഫൻ, വളരെ കൃപാലിയും, അതേ റഹീമും, വളരെ റഊഫുർ റഹീം. അള്ളാഹുവിന്റെ സിഫത്താണ് റഹ്മാൻ റഹീം. ആ റഹീം എന്ന സിഫത്താണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല അവിടുന്ന് നൽകിയിട്ടുള്ള വിശേഷണം. ആ റഹീമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതേ ഇപ്പോൾ കാണുന്ന ആവേശം, അതേ എന്റെ സമുദായത്തിൽ പലർക്കും ഈ 20 റക്അത്ത് ഫർളാക്കി കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഫർളാക്കിയാൽ അത് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്, ഒഴിവാക്കിയാൽ കുറ്റക്കാരനാകും എന്ന ഭാവിയെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അവിടുന്ന് പറഞ്ഞു, ഖശീതു അൻ തുഫറദ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേലിൽ ഈ തറാവീഹ് നിസ്കാരം ഫർളാക്കപ്പെടുമോ, നിർബന്ധമാക്കപ്പെടുമോ എന്ന ആദിയിൽ ഭയം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് വലിയ കാരുണ്യവാനാണ്. അതേ ഏറ്റവും വലിയ കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നാം എത്ര തെറ്റ് ചെയ്താലും, എത്ര പാപങ്ങൾ ചെയ്താലും, ഏത് അരുതായ്മകൾ ചെയ്താലും സൃഷ്ടാവായ റബ്ബ് നമുക്ക് കരുണ ചെയ്യാൻ വേണ്ടി, അതേ നമുക്ക് അവന്റെ റഹ്മത്ത് വർഷിപ്പിക്കാൻ വേണ്ടി റമദാനു ശരീഫിൽ ഒരു 10 ദിവസം സഹോദരങ്ങളെ നമുക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. എല്ലാ ഫർളുകളിൽ സജീവ സാന്നിധ്യം ഉണ്ടാകണം. കാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും റമദാനു ശരീഫ്, അതേ കാരുണ്യത്തിന് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകാൻ, സാന്ത്വനം നൽകാൻ, അതേ പട്ടിണി പാവങ്ങൾക്ക്, വസ്ത്രമില്ലാത്തവർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക്, ചികിത്സിക്കാൻ വകയില്ലാത്തവർക്ക്, ഒരു നേരത്തെ വാഹനം മാന്യമായി കഴിക്കാൻ ഗതിയില്ലാത്ത ആളുകൾക്ക്, അതേ വീട് വെക്കാൻ കഴിയാത്തവർക്ക്, അതേ വീട് പൊളിഞ്ഞ് അതേ അതിന്റെ അറ്റുകുറ്റ പണി തീർക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, അവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അവരെല്ലാം കണ്ടെത്തിക്കൊണ്ട് വളരെ സ്വകാര്യത്തിൽ വലത് കൈകൊണ്ട് ചെയ്യുന്ന ധർമ്മം, വലത് കൈകൊണ്ട് ചെയ്യുന്ന സദഖ, ഇടത് കൈ അറിയാത്തവർക്ക് നാളെ അർശിന്റെ തണലുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ നിലക്ക് ആരെയും ബോധ്യപ്പെടുത്താതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആ നിലക്കുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ റമദാൻ ശരീഫിന്റെ 1ാമത്തെ റഹ്മത്തിന്റെ 10 നാം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒട്ടനവധി പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള വലിയൊരു സുവർണാവസരമാണ് റമദാൻ ശരീഫ്. അതിനെ നാം മടി മാറ്റിവെക്കുക, അവശത മാറ്റിവെക്കുക, സടകുടഞ്ഞ് കർമ്മവീതിയിൽ സജീവമാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമുർ
റഹീമീനായ റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരവും നോമ്പും നമ്മുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബ് നമ്മയൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ